പാലക്കാട് കുറേ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. കേരളത്തിൽ തന്നെ ഫേമസ് ആയ കുറച്ച് ഉത്സവങ്ങൾ നമ്മുടെ പാലക്കാട് നടക്കാറുണ്ട്. അതിലൊന്ന് നെന്മാറ വല്ലങ്ങി വേല. കേരളത്തിൽ തന്നെ എല്ലാവരും അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ നെന്മാറ. നമ്മുടെ ഇന്നത്തെ യാത്ര നെന്മാറയിലേക്കാണ്. നെൽപ്പാടങ്ങൾക്കും കുന്നുകൾക്കും ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം. നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. നെന്മാറയും വല്ലങ്ങിയും തമ്മിൽ മത്സരിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. ക്ഷേത്രത്തിനടുത്തുള്ള ആദനാട് കുന്നിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരെല്ലാം ആദനാട് കുന്നിൽ നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. നെന്മാറയിൽ എവിടെ തിരിഞ്ഞാലും നെൽപ്പാടങ്ങൾ കാണും. എത്ര കണ്ടാലും മതിവരാത്തതാ ഈ നെൽപ്പാടങ്ങളുടെ മനോഹാരിത. അതും ഓരോ സീസണിലും ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് നെൽപ്പാടങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. പോത്തുണ്ടി ഡാമും നെല്ലിയാമ്പതിയും മാത്രമല്ല, ഇതുപോലുള്ള നല്ല കാഴ്ചകളും നെന്മാറ ഇവിടെ വരുന്നവർക്ക് സമ്മാനിക്കുന്നുണ്ട്. പാലക്കാട് ടൗണിൽ നിന്ന് നെന്മാറയിലേക്ക് എത്താൻ കുറേ വഴികളുണ്ട്. അതിൽ പല്ലാവൂർ വഴിയാണ് ഇന്നത്തെ യാത്ര. കൊടുവായൂർ പല്ലാവൂർ വഴി നെന്മാറയിലേക്കുള്ള യാത്ര ഗ്രാമങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാളെയും ആകർഷിക്കും. ഈ വഴിയിൽ കുറേ നെൽപ്പാടങ്ങളും ചെറിയ അരുവികളും പുഴകളും പഴയ ചായക്കടകളും കാണാൻ കഴിയും. നെല്ലിക്കുളങ്ങരയ്ക്ക് മുന്നിലായിട്ട് വലിയൊരു അമ്പലക്കുളമുണ്ട്. അമ്പലവും പരിസരവും വളരെ നീറ്റായി സൂക്ഷിച്ചിട്ടുണ്ട്. പല ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. അത്രയും ഫേമസ് ആയ ക്ഷേത്രമായത്. ഏപ്രിൽ മാസത്തിലാണ് നെന്മാറ വല്ലങ്ങി വേല ആഘോഷിക്കുക. ജാതിമതഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണിത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു വഴിയാണിത്. ഒരു ഭാഗത്തായി നമുക്ക് കുളവും മറുഭാഗത്ത് നെൽപ്പാടങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു പഴയ ക്ഷേത്രമാണിത്. ഒരുപാട് ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സ്ഥലത്തെ ഭംഗി കണ്ടാസ്വദിച്ച് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു. അമ്പലത്തിന് മുന്നിൽ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണിത്. മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും ഈ വഴിയിലെല്ലാം പച്ചപ്പ് കാണാം. എന്തുകൊണ്ടാണ് പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്നത് എന്ന് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകാൻ കഴിയും. അത്രയേറെ നെൽപ്പാടങ്ങളാണ് പോകുന്ന വഴിയിലെല്ലാം. കുറേ തവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഇതുവഴി പോകുമ്പോഴും ഇവിടെ കുറച്ച് സമയം നിർത്തി ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ഒരിക്കലും മറക്കാറില്ല. ഇതുപോലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ വന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും എന്നതാ. മനസ്സിന് ഒരുപാട് സന്തോഷം തരാൻ ഇതുപോലുള്ള കാഴ്ചകൾ മാത്രം മതി. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കുന്ന സമയം മറക്കാൻ പറ്റാത്ത മധുരമുള്ള ഓർമ്മകളായിരിക്കും എന്നും ജീവിതത്തിൽ കൂടെയുണ്ടാവുക. എടുത്തു പറയേണ്ടത് അവിടുത്തെ ശാന്തമായ അന്തരീക്ഷമാണ്. അവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്നത് പക്ഷികളുടെ ശബ്ദവും നെൽപ്പാടങ്ങളിലൂടെയുള്ള ഒരു ഇളം കാറ്റും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കാറ്. അതുകൊണ്ടാണ് കിട്ടുന്ന സമയമെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി യാത്ര ചെയ്യാറ്. ഗ്രാമപശ്ചാത്തലത്തിലുള്ള സിനിമകളിലെല്ലാം കണ്ടുവരുന്ന സ്ഥലം. ഏതൊരു സ്ഥലവും അതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൂരവും അതുപോലെ കാഴ്ചയുടെ ആഴവും കൂടും. ചില സ്ഥലങ്ങൾ നമ്മൾ അറിയാതെ വിട്ടുപോകാറുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞു പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തനതായ ഗ്രാമപ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. തലയുയർത്തി നിൽക്കുന്ന വലിയൊരു ആൽമരവും അതിൻ്റെ അരികിലായി നിൽക്കുന്ന ഒരു ക്ഷേത്രവും. ഇവിടെ അടുത്തന്വേഷിച്ചപ്പോൾ ഇതൊരു മാരിയമ്മൻ കോവിലാണെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇതുപോലെ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴക്കാലമായതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ അനുഭവിച്ചറിയണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാകൂ. വളരെ ശാന്തമായ അന്തരീക്ഷമാണിവിടെ. നെന്മാറ മാത്രമല്ല, ഏതൊരു നാട്ടിൽ പോയാലും ആ നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും നമ്മളവിടെ ചെയ്യാൻ പാടില്ല. ഈ കാഴ്ചകളും ഇവിടുത്തെ ജീവിത രീതികളെല്ലാം വരും തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇന്നും കേരളത്തനിമ നിലനിർത്തുന്ന വളരെ ചുരുക്കം ചില ഗ്രാമങ്ങളിലൊന്നാണിത്.